കുറച്ച് ദിവസമായിരുന്നു കേട്ടോ നമ്മുടെ അടുക്കളയിലുള്ള കറിക്കത്തീൻ്റെ മൂർച്ചയൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കണക്കൊന്നും നോക്കിയില്ല. ഉള്ളിടത്തോളം കത്തികളൊക്കെ പാടെ നുള്ളി പെറുക്കിയെടുത്താണ് ഞാനിതാ പോയിരിക്കണു കത്തി ഉണ്ടാക്കണ പീടിയേക്ക് കേട്ടോ. ഇയാളെടുത്താണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കത്തിയൊക്കെ നല്ല ഉഷാറായിട്ടാണ് ആക്കി തരുവേ. മൂപ്പര് നന്നാക്കണ നേരം കൊണ്ട് ഞാൻ തട്ടോ ഈ കത്തികളൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. കത്തികൾ എന്ന് പറഞ്ഞാലും പോരാ, അടിപൊളി കത്തികൾ, പല ഐറ്റംസിലുള്ള കത്തികൾ, അരുവ കത്തി, കറിക്കത്തി, ഇടയ്ക്കത്തി, ഇറച്ചിക്കത്തി, വത്തെത്തി, വാളത്തി എന്ന് പറഞ്ഞിട്ടുള്ള സകല ഗുലാതി കത്തികളും ഈ പീടികയിൽ നമ്മളെ തോട്ടിക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടക്കി പൊളിക്കുന്ന സംഭവം അത്ര കേട്ടോ. തേങ്ങ പൊളിക്കുന്ന പോലെ തന്നെ നമ്മൾ അടയ്ക്ക പൊളിക്കാനും ഇതുപോലൊരു സംഭവമുള്ള കാര്യം ഞാൻ ഈ പിഴയിൽ വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. പിന്നെ കവുങ്ങും അടയ്ക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വാങ്ങായിരുന്നു. പക്ഷേ ആ സംഭവം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിരവയാന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ ചിരവേമ്മ നാക്കില്ല കേട്ടോ. നാക്കിന് പകരതാ വെക്കണം വാള്. അപ്പോൾ അതായത് നമുക്ക് തിണ്ടത്തൊക്കെ ചാരി നാണ്ടി ഇറച്ചി കട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. കത്തിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ മൂപ്പര് നമ്മളെ കത്തികളൊക്കെ മുറിച്ചാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതും വാങ്ങിയാണ് വീട്ടിലെത്തിയാണ് തുറന്നു നോക്കിയപ്പോഴല്ലേ കാഴ്ച കണ്ടത്. നമ്മളെ കത്തികളൊക്കെ നല്ല അടിപൊളി തന്നെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.